ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണല്ലോ കമൽനാഥ് പറഞ്ഞത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ അവകാശം രാജീവ് ഗാന്ധിക്കാണ്. കമൽനാഥ് ഹിന്ദിയിൽ പറഞ്ഞത് തീവ്ര സ്വഭാവത്തിൽ പ്രതിപക്ഷ നേതാവും കെ സുധാകരനും മലയാളത്തിൽ പറയുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് എന്ന നിലയിൽ കെ സുധാകരന് എങ്ങനെയാണ് ഈ NCERT സിലബസിൽ യോഗ്യതയുള്ള അക്കാഡമിക് യോഗ്യതയുള്ള ഒരാളെയാണല്ലോ നിയമിച്ചത്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ട, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കേണ്ട, സ്വാതന്ത്ര്യ സമരം പഠിക്കേണ്ടതില്ല എന്ന് പറയുന്ന അതിനോട് കെ സുധാകരൻ MP അങ്ങനെ പ്രതിഷേധിക്കും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നിർണായക ഘട്ടം വന്നാൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ MP-മാരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് BJPക്ക് അനുകൂല നിലപാടാകാൻ എടുക്കാൻ ഒട്ടും മടിക്കുന്നവരായിരിക്കില്ല. അത് തെളിവാക്കുന്നതാണ് സുധാകരൻ. അപ്പോൾ വലിയ ജാഗ്രത ലോക്സഭാ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ആവശ്യമാണ്. BJP ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് കേന്ദ്രീകരിക്കുന്നത്. അതിനെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നു. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവരുടെ ആളുകളെ വയ്ക്കുന്നു, പാഠ്യപദ്ധതി മാറ്റുന്നു, ചരിത്രം തിരുത്തി എഴുതുന്നു, സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇടപെടുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാ തലങ്ങളിലും സംഘപരിവാര അജണ്ട നടപ്പിലാക്കലാണ് മുഖ്യ ഉദ്ദേശം. അതിനൊരു കാരണം, ഒരു ലക്ഷ്യമുണ്ട്. ഭാവി തലമുറയിലേക്ക് അവരുടെ പ്രത്യയശാസ്ത്ര ആശയം എത്തിക്കണം. ആ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ അതിൻ്റെ ഉപകരണമായി ഗവർണർ നിൽക്കുന്നു. ഇതൊന്നും കാണാതെ കെ സുധാകരൻ പറയുന്നു എന്ന് നമ്മൾ കാണേണ്ടതില്ല. കെ സുധാകരനും BJPയും ചേർന്നുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ അവർ ഒന്നിച്ചാണ് നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സമരങ്ങളെല്ലാം അവർ ഒന്നിച്ച് നടത്തുന്നതായിരിക്കും നല്ലത്. ഒരു കാരണവശാലും ജനാധിപത്യ മതനിരപേക്ഷവാദികൾ ഇത്തരം ആളുകളെ ഡൽഹിയിലേക്ക് അയക്കരുത് എന്ന പാഠം ഈ പ്രതികരണം നൽകുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണല്ലോ കമൽനാഥ് പറഞ്ഞത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ അവകാശം രാജീവ് ഗാന്ധിക്കാണ്. കമൽനാഥ് ഹിന്ദിയിൽ പറഞ്ഞത് തീവ്ര സ്വഭാവത്തിൽ പ്രതിപക്ഷ നേതാവും കെ സുധാകരനും മലയാളത്തിൽ പറയുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ഒരു ദൗർബല്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് കമൽനാഥിനെ തിരുത്താൻ പറ്റിയില്ല? ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങൾക്കകത്തും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്കകത്ത് ഒരു നിലപാട് സ്വീകരിച്ച് വരാൻ അവിടെയും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു മതനിരപേക്ഷ നിലപാട് സ്ഥായിയായി സ്വീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് കഴിയുന്നില്ല. കെ സുധാകരൻ പ്രതിപക്ഷ നേതാവും അവർ രണ്ടുപേരും BJPയുടെ വക്താക്കളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ പ്രതികരണം.